വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. പരുന്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതിയ ജനങ്ങൾക്ക് തെറ്റി. അതിർത്തി കടത്തിവിട്ട പരുന്ത് മറ്റൊരു പരുന്തുമായി തിരിച്ചെത്തി. വന്നപാടെ നാട്ടുകാരിൽ ചിലർക്ക് കൊത്തും കിട്ടി. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നിരിക്കുകയാണ് നീലേശ്വരത്തുള്ളവർ. നാട്ടുകാരെ നിരന്തരം ആക്രമിച്ചതിനെ തുടർന്ന് പിടിച്ചു കർണാടക അതിർത്തിയിലെ കോട്ടഞ്ചേരി വനത്തിലാണ് ഫോറസ്റ്റ് അധികൃതർ ദിവസങ്ങൾക്ക് മുൻപ് പരുന്തിനെ തുറന്നുവിട്ടത്. ഇതാണ് വീണ്ടും തിരിച്ചു വന്നത്, അതും മറ്റൊരു പരുന്തുമായി. ഇതുവരെ ഒരു പരുന്തിനെ സഹിച്ചാൽ മതിയായിരുന്നു, ഇനി രണ്ടെണ്ണത്തിനെ സഹിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. നീലേശ്വരം SS കലാമന്ദിർ റോഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലും സമീപത്തുമായിരുന്നു നേരത്തെ മാസങ്ങളോളം പരുന്ത് ഭീതി പടർത്തിയത്. നടന്നു പോയവർക്കും വണ്ടിയിൽ പോയവർക്കും മീൻ വിൽപ്പനക്കാരനും അടക്കം നിരവധി പേർ പരുന്തിന്റെ ആക്രമണത്തിനിരയായി. കഴുത്തിലും കയ്യിലുമാണ് പലർക്കും പരിക്കേറ്റത്. രോഗം ബാധിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്നവരെയും ജീവനക്കാരെയും പരുന്ത് കൊത്തി ഓടിച്ചു. പ്രശ്നം ഗുരുതരമായതോടെ നാട്ടുകാർ നഗരസഭാ കൗൺസിലറെ വിവരമറിയിക്കുകയും തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനുവരി 26 പിടിച്ച് കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലെത്തിച്ച് കർണാടക വനാതിർത്തിയിൽ പറത്തിവിടുകയായിരുന്നു. 6 ദിവസത്തിന് ശേഷം പരുന്ത് നീലേശ്വരത്ത് തിരിച്ചെത്തി. ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ വീട്ടിലെ പത്മിനിയെ പരുന്ത് ആക്രമിച്ചു. മറ്റൊരു പരുന്തും കൂടെയുണ്ടെന്ന് നാട്ടുകാരും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ അധികൃതർ പറയുന്നു. പരുന്തിന്റെ ശല്യം ഒഴിവായതോടെ സമാധാനമായെന്ന് കരുതിയ നാട്ടുകാർക്ക് വീണ്ടും പുറത്തിറങ്ങാൻ ഭയമായി തുടങ്ങി. ഫോറസ്റ്റ് അധികൃതർ പരുന്തുകളെ കൂട്ടിലാക്കാൻ പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.